മികവിൽ മികച്ചേരി പെൺകിടാവേ മാനത്തുന്നെങ്ങാനും പൊട്ടി വീണു ഭൂമിയിൽ നിന്നു മുളച്ചു വന്നു. ഭൂമിയിൽ നിന്ന് മുളച്ചതുമല്ല, മാനത്തിൽ നിന്ന് പൊട്ടി വീണതുമല്ല, വയറ്റിൽ പെട്ടിട്ടതാ ഒരു നല്ല ആൺകുഞ്ഞ്. മോനെ ആരോമലേ, ആ കല്യാണം നമുക്ക് വേണ്ട. എന്താ അമ്മേ കാര്യം പറയും? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? തുമ്പോലാർച്ച രഹസ്യമായി ഒന്ന് എന്താ അച്ഛൻ ഭ്രാന്തി പറയുന്നു? നീ ചെന്ന് നോക്ക്, തങ്കം പോലൊരു ആൺകുഞ്ഞ്. എന്നിട്ട് നാട്ടാരെ ബോധ്യപ്പെടുത്താൻ ഒരു കഥയും കെട്ടിച്ചു വെച്ചിരിക്കുന്നു. ആദ്യം കേട്ടപ്പം വേലക്കാരത്തിയുടെ കുഞ്ഞെന്ന് പറഞ്ഞു. നീ പോയി കണ്ടാലും ഇല്ലേലും ഈ കണ്ട കൊച്ചവകൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം തുമ്പോലാർച്ചയെ ഈ കുടിക്കത്ത് കൊണ്ടുവരാൻ സാധ്യമല്ല. അച്ഛാ, വലിയ വലിയ വീടുകളിൽ കിഴപ്പും പേരും നടന്നാൽ കുറ്റം അവിടുത്തെ അടിച്ചു കളിക്കാതിരിക്കാം. മികച്ചേരി വീട്ടിലെ തുമ്പോലാർച്ചയുടെ കഥ കേട്ടില്ലേ? വേറെ ആരും കെട്ടിത്തച്ചും പോയെന്നാ. അമ്മേ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. തെറ്റും ശരിയും ആർക്കറിയാൻ മതി. ഇപ്പൊ പുറത്തിറങ്ങി നടക്കാനൊക്കുന്നു. പെലച്ച പെറ്റ പെണ്ണൊന്ന് മാനവര് വിളിച്ചു പോകുമ്പോ നിനക്ക് പുറവ തന്ന ഏത് പട്ടി ആടിക്കൊണ്ടുപോണേ? എന്റെ മോനെ, ഈ വീട് തകർന്നു. നിനക്ക് മാത്രമേ ഞങ്ങളെ രക്ഷിക്കാൻ കഴിയൂ. അങ്ങനെന്താ ഒന്നും മിണ്ടാത്തത്? അവിടത്തേക്ക് നിന്നെ സംശയമാണ്. ഓ, ഇനി ഞാൻ മാത്രം നിന്നെ സംശയിക്കാതിരുന്നിട്ട് കാര്യമില്ല. ഈ നാടും വീടുമൊക്കെ നിന്നെ സംശയിക്കുന്നു. എന്നെ അങ്ങേക്ക് വിശ്വാസമില്ലേ? തുമ്പോലാർച്ച പിഴച്ചു പെറ്റെന്ന് അങ്ങും വിശ്വസിക്കുന്നു. പറയും, എന്റെ മുഖത്ത് നോക്കി പറയും. ഇനി നിന്നെ വിശ്വസിച്ചിട്ട് ഫലമില്ല. കേൾക്കേണ്ടതൊക്കെ കേട്ടു, വരാനുള്ളതൊക്കെ വന്നു. നിന്റെ അമ്മ പറഞ്ഞതുപോലെ നിന്നെ മാനത്തോടെ പുടവ് കൊടുത്തു കൊണ്ടുപോവാൻ ഈ നാട്ടിൽ ഒരു നായും ഉണ്ടാവില്ല. കരയരുത്, കരയരുത്. എല്ലാം ഞാൻ സഹിച്ചു പോയി. പക്ഷേ ഇദ്ദേഹം എന്നെ കൈവെടിയുമെന്ന് ഞാൻ കരുതിയില്ല. പൊന്നി കരുതിയില്ല. ആരോമലേ, നിന്നോട് ചോദിക്കാനും പറയാനും ഒന്നും എനിക്ക് തോന്നിയില്ല. നിനക്ക് ഞാൻ മറ്റൊരു വിവാഹം ഉറപ്പിച്ചിട്ട് വരിക. ഇത്രയും ധൃതി കൂട്ടണമായിരുന്നു അച്ഛൻ. മുറപ്പെണ്ണ് മാനക്കരുണ്ടായി മനം നൊന്തിരിക്കുമ്പോൾ അതും നേരാണോ നുണയാണോ എന്നറിയുന്നതിന് മുമ്പ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്രയും തിടുക്കം കൂട്ടിയത്. നാളെ എങ്ങാനും ആ പെണ്ണിന്റെ കള്ളക്കണ്ണീര് കണ്ട് നിന്റെ മനസ്സൊന്ന് മാറിയാൽ പുത്തൂരം വീടിന് ആ മാനക്കട് ചുമക്കാൻ മനസ്സില്ലാഞ്ഞു. കൂടുതലൊന്നും എന്നോട് ചോദിക്കണം. അറിഞ്ഞ തമ്പുരാട്ടി ഒരു വിശേഷം? എന്താ? ആരോമൽ തമ്പുരാന് മറ്റൊരു കല്യാണം ഉറപ്പിച്ചു. കുഞ്ഞുങ്ങൾ, നമ്മൾ ഒന്നാകാൻ പോകുന്ന ഈ നേരത്ത് ചിലതൊക്കെ തുറന്നു പറഞ്ഞാൽ കൊള്ളാമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. മികച്ചേരി കടവിൽ വെച്ച് നമ്മൾ ഒരു പെണ്ണിനെ കണ്ടതും നിന്റെ മുഖം കറുത്തതും എന്റെ മുഖം കറുത്തതും നീ ഓർക്കുന്നുണ്ടോ? അവൾ എന്റെ തുമ്പോലാർച്ചയായി. കുഞ്ഞുനാൾ മുതൽക്ക് മുറപ്പെണ്ണും മുറച്ചെറുക്കനുമായി ഞങ്ങൾ ഒരുമിച്ച് കളിച്ചു വളർന്നു. ഒടുവിൽ അവൾ പിഴച്ചു പെറ്റു. ഞാൻ അവളെ ഉപേക്ഷിച്ചു. നീ എന്തിനു കരയുന്നു? ഞാനൊരു പഴയ പ്രേമകഥ പറഞ്ഞു വന്നില്ലേ ഉള്ളൂ. ഇനി ഞാൻ അവളെ ഓർക്കുക പോലുമില്ല.
അങ്ങനെ വിവാഹം കഴിക്കരുതായിരുന്നു. നീ അല്ലെങ്കിൽ മറ്റൊരുത്തി ഞാൻ വിവാഹം കഴിക്കുമായിരുന്നു. തുമ്പോലാർച്ച പിഴച്ചു പറ്റുന്നു അങ്ങയോട് അവൾ സമ്മതിച്ചോ? ഇല്ല. കൈപ്പുണ്ണെന്തിനാ കണ്ണാടി? അങ്ങയുടെ സഹോദരിയുടെ അരവാദിക്കൽ ആരെങ്കിലും ഒരു കുഞ്ഞിനെ പെറ്റിട്ടിട്ട് പോയാൽ അങ്ങെന്ത് ചെയ്യും? സഹോദരി പിഴച്ചു പറ്റുന്ന ചൊല്ലി പടിയടയ്ക്കുമോ? കുഞ്ഞിനൂടി നീ കാര്യമറിയാതെ പുലമ്പാതെ. അങ്ങ് ചെയ്തത് ശരിയായില്ല. മണിയറയിലെത്തി അങ്ങയുടെ മാറിൽ ചാരിയിരുന്ന് ഞാൻ പറയുന്നതെല്ലാം അങ്ങ് വിശ്വസിക്കുന്നു. ഞാനൊന്ന് ചോദിക്കട്ടെ? ചോദിക്കൂ. ഞാനൊരു തെറ്റുകാരില്ലെന്ന് അങ്ങക്ക് എങ്ങനെ അറിയാം? ഒന്നോ രണ്ടോ കുഞ്ഞുങ്ങൾ രഹസ്യമായി പ്രസവിച്ച് കോരപ്പുഴയിൽ ഒഴുക്കിയിട്ട് വന്നവനല്ലെന്ന് അങ്ങക്ക് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? ഇതൊരു വലിയ ധർമ്മസങ്കടമായല്ലോ. ഞാൻ ചുമ്മാ തമാശയ്ക്ക് അങ്ങനെ ഒന്ന് പറഞ്ഞുപോയി. അതിനിങ്ങനെയൊക്കെ വേദനിച്ചാൽ കരയാതിരിക്കും. എന്താ നീയോ? നീ എന്തിനീ പടി കടന്നു വന്നു? അങ്ങയുടെ പതിവ്രതയായ ഭാര്യ ഒന്ന് ഞാൻ പിഴച്ചിപ്പെട്ട് ഈ കുഞ്ഞിന് വിശക്കുന്നു. അതിന് ഇത്തിരി മുലപ്പാല് കുടിപ്പിക്കാൻ സ്വന്തം മാനം രക്ഷിക്കാൻ വേണ്ടി കുറുക്ക് വഴിയിൽ തേടരുത്. ഇത് വാളാണ്, ഓർമ്മയിരിക്കട്ടെ. കൊള്ളാൻ ചേരവരുത്. വാൾ തുമ്പോലാർച്ചയുടെ തലറിയാനുള്ള വാൾ. ഏ മനുഷ്യ, അന്ധവിശ്വാസിയായ ചേകവരെ, നിങ്ങൾക്ക് വേണ്ടി ജീവിതകാലം മുഴുവൻ മൃഗം നോക്കിയിരുന്ന എന്നെ ഒരു നിമിഷം കൊണ്ട് ഒരു തെറ്റുസാറിനെ കൊണ്ട് എടുത്ത് സ്വന്തം ജീവിതസുഖം തേടിയ മനുഷ്യ, ഇതാ നോക്കും. എന്റെ ജീവിതം മുഴുവൻ ഇരുട്ടിലാക്കിയത് ഈ കുഞ്ഞാണ്. നിങ്ങളുടെ പരിവൃതിയായ ഭാര്യ പിഴച്ചുപെറ്റ കുഞ്ഞാണ്. ചോദിച്ചു നോക്കൂ പുറ കൊടുത്ത ഭാര്യയോട്. അർദ്ധരാത്രിയിൽ ആരോരും അറിയാതെ ഈ കുഞ്ഞിനെ പ്രസവിച്ച് എന്നെ ഏൽപ്പിച്ചിട്ട് അഭിമാനത്തിന്റെ പേരിൽ കള്ളപ്പേരും പറഞ്ഞ് കടന്നു കളഞ്ഞത് സത്യമാണോ എന്ന് ചോദിച്ചു നോക്കി ചേകവരെ. ഇതെന്റെ കുഞ്ഞാണ്. ഞാനാണ് പിഴച്ചുപെട്ടത്. ഇതെന്റെ കുഞ്ഞാണ്.